ഹലോ ഗൈസ്, ബിഗ് മൗത്ത് എന്ന് പറഞ്ഞ ഫുൾ ഡ്രാമയും നമ്മുടെ സെക്കൻഡ് ചാനൽ ഇട്ടിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കമന്റ് സെക്ഷനിലുള്ള ഫസ്റ്റ് ലിങ്ക് ചെക്ക് ചെയ്ത് കാണുക. സോ ഇപ്പം നമുക്ക് F4ന്റെ അടുത്ത എപ്പിസോഡിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഹുവാങ്ങിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ആ രണ്ട് പെമ്പിള്ളേരും നമ്മുടെ ഷാൻഷയോട് പറയും. ഇത് കേട്ട് ഷാൻഷയും പുറത്തേക്ക് പോയി അന്വേഷിക്കുമ്പോഴാണ് അതേസമയം നമ്മുടെ ഹുവാങ് ഫെങ്ങുയാനായിട്ടും വേറെ റൂമിൽ നിന്ന് വൈനടിച്ചോണ്ടിരിക്കുന്നത്. അതേസമയം ഷാൻഷ റൂമില്ലാത്തോണ്ട് നമ്മുടെ മിങ്ങും ചുമ്മാ പുറത്തേക്ക് അന്വേഷിക്കാൻ നോക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ലീ അവിടേക്ക് വന്നിട്ട് ഷാൻഷയെ ഹുവാങ്ങിനെ അന്വേഷിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയെന്ന് പറയും. ഇത് കേട്ട് ഇവരെന്തേലും കൂടെ ഷാൻഷ അന്വേഷിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ ഹുവാങ് നിൽക്കുന്നതാണെന്നത്. ഇത് കണ്ട് ലീ ഷോക്കായി, ഹുവാങ് നീ ഇത്ര സമയം അവിടെ ആയിരുന്നു, നീ പുറത്തു പോയില്ല? എന്നിന് അവൻ ചോദിക്കുമ്പോൾ അവളും ഇല്ലല്ലോ, ഞാൻ ഇവരുടെ അകത്ത് വൈനടിച്ചോണ്ടിരുന്ന, എന്തോ പറ്റി? എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് ലീയും ദേശത്തി ഒന്നുമില്ല, നീ കാണാനില്ലെന്ന് പറഞ്ഞ് ഈ രണ്ട് പെമ്പിള്ളേരും നമ്മുടെ ഷാൻഷയെ പുറത്തേക്ക് പറഞ്ഞയച്ച്. എന്നിന് അവനും പറഞ്ഞോടെ ഇത് കേട്ട് മിങ്ങും പെട്ടെന്ന് ടെൻഷനായി അവളെ അന്വേഷിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകും. അതേസമയം ഇതേ കേട്ട് ഹുവാങ് വിഷമിച്ച്, അയ്യോ പുറത്തിപ്പോ നല്ല മഞ്ഞാണല്ലോ, ഷാൻഷ എന്നെ അന്വേഷിച്ചപ്പോ എവിടം വരെ പോയോ? ഇതിനെല്ലാം കാരണം ഞാൻ അവളോട് പറഞ്ഞിട്ട് വേണമായിരുന്നു പോവാൻ. എന്നിന് അവളും വിഷമിച്ചോണ്ടിരിക്കും. അതേസമയം നമ്മുടെ ലീയും ആ രണ്ട് പെമ്പിള്ളേരും നോക്കി ദേഷ്യപ്പെട്ട്, ഒരുപക്ഷെ ഷാൻഷയെ ഇവിടെ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾ രണ്ടുപേരും വെറുതെ വിടത്തില്ല. എന്നിന് ഇവെല്ലാം ടെൻഷനോടെ നമ്മുടെ ഷാൻഷയെ തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഷാൻഷയും അവളെ അന്വേഷിച്ച് കുറെ ദൂരം പോകും. അങ്ങനെ രാത്രി വരെ നമ്മുടെ ഷാൻഷായി അവളെ അന്വേഷിക്കാൻ പറ്റാതെ തിരിച്ചു വരാൻ നോക്കുമ്പോഴാണ് അവിടെ നല്ല മഞ്ഞടിച്ച് അവളും ഫ്രീസായി അവിടെ തന്നെ വീണു പോകും. അപ്പോഴാണ് അതേസമയം തന്നെ നമ്മുടെ മിങ് അവളെ അന്വേഷിച്ച് ഷാൻഷായി എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കും. പക്ഷെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെ നമ്മുടെ ഷാൻഷായും ബോധം കെട്ട് അവിടെ തന്നെ കുഞ്ഞി കിടക്കും. അതേസമയം ഷാൻഷ അന്വേഷിക്കാൻ പോയ നമ്മുടെ മിങ്ങും തിരിച്ചറിയാത്തോണ്ട് ഇവരും ടെൻഷനായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയും രണ്ടുപേര് കാണാതെ എന്ന് പറഞ്ഞ്. അങ്ങനെ മിങ്ങും ഷാൻഷയുടെ പേരും വിളിച്ചോണ്ട് അവനും കുറച്ചുകൂടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ആരാണ്ട് വീണ് നടക്കുന്ന പോലെ അവന് തോന്നുന്നത്. ഇത് കണ്ട് അവനടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അത് ഷാൻഷ എന്ന് അവന് മനസ്സിലാവും. അതോടെ പെട്ടെന്ന് അവനടുത്തേക്ക് ചെന്ന്, ഷാൻഷായി കണ്ണു തുറക്ക്, നീ ഉറങ്ങല്, നീ ഉറങ്ങിയ ഫ്രീസായി ഇവിടെ തന്നെ മരിച്ചു. എന്നിന് അവൾ ഉണർത്താൻ നോക്കുമ്പോൾ നമ്മുടെ ഷാൻഷായി എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇത് കണ്ട് അവന് വേറെ വഴിയില്ലാതെ ഷാൻഷയെ പൊക്കി എടുത്തോണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ഇപ്പോഴത്തെ സിറ്റുവേഷന് തിരിച്ചു പോകാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച് അവിടെ അടുത്ത് തടിയും കൊണ്ടുണ്ടാക്കിയ ഒരു ഇടിഞ്ഞ വീട് കാണും. അങ്ങനെ അവനെ അവളെയും വിളിച്ചോണ്ട് അവിടേക്ക് പോയിട്ട് ഷാൻഷയ്ക്ക് കുറച്ച് ഹീറ്റ് കൊടുക്കാൻ വേണ്ടി അവിടെയുള്ള വിറകൊക്കെ എടുത്ത് അവന് കത്തിച്ചു കൊടുക്കും. അപ്പോഴാണ് ഷാൻഷയെ മനസ്സിൽ വിചാരിക്കുന്നത്, ഒരു ശിവം വന്നില്ലായിരുന്നെങ്കിൽ അവളുടെ ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടാന്ന്. അതുകൊണ്ട് അവൾക്ക് മിങ്ങിനായിട്ടുള്ളത് സേഫ് ആയിട്ട് തോന്നും. അതേസമയം ഈ രാത്രി പുറത്തു പോകാൻ പറ്റാത്തോണ്ട് ഇവർ രണ്ടുപേരും കൂടെ അടുത്ത ദിവസം വരെ അവിടെ തന്നെ സ്റ്റേ ചെയ്യും. അപ്പോഴാണ് അടുത്ത ദിവസം അവന്മാർ വിളിച്ചു പറഞ്ഞ പോലീസ് അവിടേക്ക് വരുന്നത്. അതിനുശേഷം ഇവരെ രക്ഷിച്ച് മിങ്ങും ഷാൻഷയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് ഇവർക്കെല്ലാം ആശ്വാസം വരുന്നത്. അതേസമയം നമ്മുടെ മിങ്ങും ആ രണ്ട് പെമ്പിളാരും നോക്കി ദേഷ്യപ്പെട്ട്, നിങ്ങളിൽ ആരാ ഹുവാങ് പുറത്തേക്ക് പോയേക്കുവാന്ന് കള്ളം പറഞ്ഞു. എന്നിന് അവനും ചോദിക്കുമ്പോൾ ആ രണ്ട് പെമ്പിള്ളേര് സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് അവനും ദേഷ്യത്തി, നിങ്ങൾ രണ്ട് രാജ്യം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, നിങ്ങൾ കാരണോ ഷാൻഷയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ച, ഇപ്പൊ തന്നെ ഇവിടെ സ്ഥലം വിട്. എന്നിന് അവനും പറയുമ്പോൾ അവളുമാരും പേടിച്ച്, മിങ് ഇപ്പം പുറത്തു പോകാൻ പറഞ്ഞ ഞങ്ങൾ എങ്ങനെ പോകും, പുറത്ത് നല്ലോണം മഞ്ഞ് പെയ്യുന്നുണ്ട്. എന്നിന് അവളുമാരും പറയുമ്പോഴാണ് ഇത് കേട്ട അവനും, ഓ ഇപ്പോഴും അറിയുന്നല്ലേ പുറത്ത് നല്ല മഞ്ഞ് ചെയ്യാന്ന്, ഇന്നലെ ഷാൻഷയെ പുറത്തേക്ക് പറഞ്ഞിട്ടപ്പോ നിങ്ങൾക്കൊന്നും തോന്നില്ല. എന്നിന് അവനും ചൂടാകുമ്പോഴാണ് ഇതൊക്കെ കേട്ട് അവളുമാരും പേടിച്ച്, ഷാൻഷായി നീയെങ്കിലും പറ, ഞങ്ങൾ ചെയ്ത് തെറ്റാന്ന് മനസ്സിലായി, പക്ഷെ ഇപ്പം പുറത്തു പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ പോകും, പ്ലീസ് കുറച്ചെങ്കിലും ദയാണിക്ക്. എന്നിന് അവളുമാരും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായും, അമിങ് എന്തായാലും എനിക്കിപ്പോ ഒന്നും പറ്റിയില്ലല്ലോ, അതുകൊണ്ട് അവര് വെറുതെ ഇട്ടേക്ക്, വേണേ പനിഷ്മെന്റ് ആയിട്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ അവർ ക്ലീൻ ചെയ്തിട്ട്. എന്നിന് അവളും പറയുമ്പോൾ ഇത് കേട്ട ആ രണ്ട് പെമ്പിളാരും, ആ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം, പക്ഷെ ഇവിടുന്ന് പുറത്താക്കല്. എന്നിന് അവളുമാർ അതെല്ലാം സഹിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഹുവാങ് ഷാൻഷയെ നോക്കിയിട്ട്, ഷാൻഷായി നീ എന്നെ അന്വേഷിക്കാൻ വേണ്ടി രാത്രി ഫുള്ളും തണുപ്പത്തായിരുന്നല്ല, ഞാൻ നിന്നെ ഓർത്ത് എത്ര വിഷമിച്ചെന്നറിയാം. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായും, ഹുവാങ് നിന്റെ അമ്മ എന്നെ വിശ്വസിച്ച നിന്നെ ഇവിടേക്ക് പറഞ്ഞയച്ച, അതുകൊണ്ട് നിന്നെ നോക്കുന്നത് എന്റെ കെയർ അല്ല. എന്നിന് അവള് പറഞ്ഞോടെ ഇത് കേട്ട് ഹുവാങ്ങിന്റെ ടച്ചായി അവൾ ഫീൽ ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഇവല്ലാതെ എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം പുറത്ത് പടക്കം പൊട്ടിക്കുന്നത് കാണാൻ വേണ്ടി ഷാൻഷ അവിടെ നിന്നോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ മിങ്ങും വന്നിട്ട്, ഷാൻഷായി നിനക്ക് എന്നോട് വല്ലതും പറയാനുണ്ടോ? എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട അവളും, ഞാനെന്തോ പറയാനാ? എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും, ഓ ഇന്നലെ രാത്രി ഞാനിൽ നിന്നെ ഹെൽപ്പ് ചെയ്ത, അപ്പോ നിനക്ക് എന്നോട് പറയാൻ പ്രത്യേകിച്ചും എന്തെങ്കിലും തോന്നി കാണുമല്ലോ. എന്നിങ്ങനെ അവന് ഐ ലവ് യു ഉദ്ദേശിച്ച് പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ, ആ ഞാൻ താങ്ക്സ് പറയാൻ മറന്നു, എന്നെ രക്ഷിച്ചതിന് താങ്ക്സ്. എന്നിന് അവൾ പറയും. ഇത് കേട്ട് അവനും ചമ്മി പോയിട്ട്, ഓ നിന്നെ താങ്ക്സ് ആർക്കാണ്, നിനക്ക് വേറൊന്നും പറയാനില്ല, എന്തേലും ഇമ്പോർട്ടന്റ് ആയിട്ട്? എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളും വേറൊന്നും ആലോചിച്ചെടുത്തിട്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട്, ആ മറന്നുപോയി, നീ എനിക്ക് കുറച്ച് കടം തന്നായിരുന്നല്ലേ, അത് ഞാൻ എങ്ങനെയൊക്കെ തിരിച്ചടയ്ക്കാം. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, ഷാൻഷായി നിന്നോട് ആരാ ഇപ്പൊ പൈസയെ കുറിച്ചൊക്കെ ചോദിച്ചത്, നിന്നോട് ചോദിക്കുന്നൊക്കെ വേസ്റ്റാ. എന്നിന് അവന് സംസാരിക്കുമ്പോൾ തന്നെ പുറത്ത് ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അത് കണ്ട് അവൾ സന്തോഷപ്പെടുമ്പോഴാണ് പെട്ടെന്ന് അവൻ അവളോട്, ഷാൻഷായി നിനക്ക് എന്നോടൊന്നും പറയില്ലെങ്കിൽ ഓക്കെ, പക്ഷെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നിന് അവൻ പറയുന്ന അവളും കേട്ടോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഫയർ വർക്ക്സ് ഒന്നോടെ അവൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് മിങ്ങും ഐ ലവ് യു എന്ന് പറഞ്ഞ് പ്രൊപ്പോസ് ചെയ്ത്, യെസ് ഞാൻ അവളോട് പറഞ്ഞു. എന്നിന് അവന് സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ അതേസമയം നമ്മുടെ ഷാൻഷ അതൊന്നും കേട്ട് കാണത്തില്ല. അങ്ങനെ അവളും ഫയർ വർക്ക്സ് ഒക്കെ കണ്ട് ഹാപ്പി ന്യൂ ഇയർ സന്തോഷപ്പെടുമ്പോഴാണ് ഇത് കണ്ട് അവനും അവന്റെ പ്രൊപ്പോസ് അവൾ അക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞ് ഇവന് ഹാപ്പി ന്യൂ ഇയർ എന്ന് ഉറക്കം പറഞ്ഞ് അവളെ പിടിച്ച് തള്ളിയിടും. അതേസമയം അകത്ത് നമ്മുടെ യാനും ഹുവാങ്ങും കൂടെ സംസാരിച്ച് അവർ തമ്മിൽ ക്ലോസ് ആകും. അങ്ങനെ ഈ ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞോടെ അടുത്ത ദിവസം ഇവരെല്ലാവരും കൂടെ തിരിച്ച് നാട്ടിലേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് ഹുവാങ്ങും ഷാൻഷയും കൂടെ അവരവിടെ എടുത്ത ഫോട്ടോസ് ഒക്കെ
നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ഇവർ സ്കൂളിൽ പഠിച്ച ഗ്രൂപ്പിൽ റിയൂണിയൻ നടത്താൻ പോകാന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അങ്ങനെ ഇത് കണ്ട് ഇവരുടെ സന്തോഷപ്പെട്ട് ഓ നമ്മുടെ സ്കൂളിലെ പിള്ളേരെ കണ്ടിട്ട് എത്ര വർഷമായി. അതിന് അവരുടെ എക്സൈറ്റ് ആയി നമ്മുടെ ചെന്നനും കൂടെ വിളിച്ചോണ്ട് അടുത്ത ദിവസം റിയൂണിയന് പോകും. അപ്പോഴാണ് സീഹോ എന്ന് പറഞ്ഞൊരുത്തൻ നമ്മുടെ ഷാൻഷയെ കണ്ടിട്ട് ഓ ഷാൻഷായി നീ പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ, ഇപ്പൊ കാണാൻ ലുക്കാണല്ലോ. അതിന് അവന് വന്നപ്പോ തൊട്ട് നമ്മുടെ ഷാൻഷയോട് ഒരു നോട്ടം കാണും. അതേസമയം ഇവരെല്ലാവരും മാച്ച് നടത്തും. അങ്ങനെ ആരൊക്കെയാണ് തെറ്റായിട്ട് ആൻസർ പറയുന്നത് അവർക്ക് പനിഷ്മെന്റ് ആയിട്ട് ഇവര് കുറെ ഡ്രിങ്ക്സ് ഒഴിച്ച് അത് കുടിക്കാൻ പറയും. അങ്ങനെ ആദ്യം നമ്മുടെ ചെന്നിൻ തോറ്റ് അവിടുത്തെ ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കുടിക്കുമ്പോഴാണ് അവന് ഇതൊക്കെ മെമ്മറി ആയിട്ട് സേവ് ചെയ്യണമെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് നെറ്റിനകത്ത് പോസ്റ്റ് ചെയ്യും. അതേസമയം എല്ലാം ഒരുമിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന്മാർക്ക് ചെന്നിട്ട് പോസ്റ്റ് ഒക്കെ വരുന്നത്. ഇത് കണ്ട് അവന്മാരെല്ലാം മിങ്ങിനോട് എടാ ഷാൻഷ ഇവിടെ വന്നപ്പോ തന്നെ അവളുടെ സ്കൂൾ ഫ്രണ്ട്സ് ആയിട്ട് റിയൂണിയന് പോയെന്ന് തോന്നുന്നത്, നീ ഇത് കണ്ടോ ചെന്ന് പോസ്റ്റ് ഇട്ടേക്കുന്നത്. കൂടാതെ ഷാൻഷ ഇട്ടിട്ടുണ്ട്, പക്ഷെ അവളുടെ ഫേസ് ഇതിനകത്ത് കുറച്ച് ശോകമാണല്ലോ, അവൾക്ക് എന്തോ പനിഷ്മെന്റ് കിട്ടിയെന്നാ തോന്നുന്നത്. ഏത് ന്യൂമാലിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് നമ്മുടെ മിങ്ങും പെട്ടെന്ന് അവിടേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് ഹുവയും ഇനി നമ്മൾ നിന്നെ വെയിറ്റ് ചെയ്യുന്ന വാ നമുക്കും കൂടെ പോവാം ഏതിനെ മിങ്ങിനെ ഫോളോ ചെയ്ത് യുമാരും പോകും. അപ്പോഴാണ് അതേസമയം മത്സരത്തിൽ തോറ്റ് നമ്മുടെ ഷാൻഷയെ അവർ കുറെ സോസ് ഒക്കെ മിക്സ് ചെയ്ത് ഒരു വല്ലാത്ത ജ്യൂസ് ഉണ്ടാക്കും. അങ്ങനെ അവന്മാർ തന്നെ അത് മണപ്പിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് അത് ഷാൻഷയെ കുടിക്കാൻ പറയുന്നത്. അപ്പോഴാണ് ഹീറോയെ പോലെ നമ്മുടെ സീഹോയും ഞാൻ കുടിക്കാം അവന് ഷാൻഷയുടെ അടുത്ത് വാങ്ങിക്കും. ഇത് കണ്ട് ഷാൻഷയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ തന്നെ കുടിച്ചോളാം, ഇതെന്റെ പനിഷ്മെന്റ് അല്ലേ. അവൾ അത് കുടിക്കാൻ വരുമ്പോഴാണ് കറക്റ്റ് അതേസമയം വേറൊരു കൈ വന്ന് അത് തട്ടിമാറ്റുന്നത്. അത് വേറെ ആരല്ല നമ്മുടെ മിങ്ങാണ്. എന്നിട്ട് അവനും ദേഷ്യപ്പെട്ട് ഷാൻഷായി ഇതെന്തൊരു കൊച്ചു കളിയാ, നീ കുറച്ചെങ്കിലും മെച്ചൂർ ആയില്ല, ഇങ്ങനെ കുറെ സാധനങ്ങൾ മിക്സ് ചെയ്ത് കുടിച്ചാൽ നിന്റെ ഹെൽത്ത് എന്താകും, ഇതൊന്നും നീ കുടിക്കണ്ട. അവനും പിടിച്ച് മാറ്റുമ്പോഴാണ് അവളും ദേഷ്യപ്പെട്ട് നിനക്കിപ്പോ എന്തോ പ്രശ്നം, ഞാനല്ലേ കുടിക്കുന്നല്ല നീ അല്ലല്ല. അവൾ വഴക്ക് പറയുമ്പോഴാണ് ഇത് കേട്ട് ഹീറോയെ പോലെ ആക്ട് ചെയ്യുന്ന സീഹോയും എടാ നിനക്കിപ്പോ എന്തോ പ്രശ്നം, നീ ആരാ. അവനും ചോദിക്കുമ്പോഴാണ് മിങ്ങും ഞാനോ ഷാൻഷയുടെ ബോയ് ഫ്രണ്ടാ. അവനും പറഞ്ഞോടെ അവെല്ലാം ഷോക്കും ഓ നമ്മുടെ ഷാൻഷയ്ക്ക് ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടോ. അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷയും ടെൻഷനായി ഓ ഇവൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ല, ഇവൻ ചുമ്മാ കള്ളം പറയാ. അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് പെട്ടെന്ന് അവന് ഷോക്കായി ഷാൻഷായി നീ ഇപ്പൊ എന്തോ പറഞ്ഞ, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലെന്ന്. അവൻ ഇന്നലെ പ്രൊപ്പോസ് ചെയ്ത കാര്യം വെച്ച് ചോദിക്കുമ്പോഴാണ് അവളൊന്നും കേൾക്കാത്തോണ്ട് ആ ഞാൻ എപ്പോഴും നിന്റെ ഗേൾ ഫ്രണ്ടാന്ന് സമ്മതിച്ച, നീ ആവശ്യമില്ലാത്ത ഓരോന്നും പറയാതെ ഇവിടെ നിന്ന് പോ, ഇത് ഞങ്ങളുടെ സ്കൂൾ റിയൂണിയന്. അവളും പറയുമ്പോഴാണ് ഷാൻഷയ്ക്ക് ബോയ് ഫ്രണ്ടിൽ നിന്ന് മനസ്സിലായതോടെ പെട്ടെന്ന് സീഹോയും ഷോ കാണിക്കാൻ തുടങ്ങും. എടാ അത് അവള് പറഞ്ഞില്ലേ ഇത് സ്കൂൾ റിയൂണിയൻ ആണ്, അതുകൊണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്ന് ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞിങ്ങനെ ചാടി കയറാതെ. മിങ്ങുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മിങ്ങിന്റെ ക്യാരക്ടറിന് അവനടിച്ച് തറയിലാക്കും. അതേസമയം എല്ലാം പുറത്തിരുന്നുണ്ട് എടാ ഈ മിങ് പോയിട്ട് കുറെ സമയമായില്ല ഇതുവരെ ഒന്നും സംഭവിച്ചില്ല, അവന്റെ ക്യാരക്ടറിന് എന്തായാലും പ്രശ്നം നടക്കുമല്ലോ. ഇമാൻ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഫേസിനകത്ത് ജോലിയായിട്ട് നമ്മുടെ സീഹയെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചോണ്ട് വന്നത്. ഇത് കണ്ടിട്ട് അവന്മാരും അകത്തെന്തോ പ്രശ്നം നടന്ന് അവന്മാരും പറയുമ്പോൾ തന്നെ ഷാൻഷയും ദേശീയ അവിടെ നിന്ന് പോകും. അതോടെ ഇവന്മാർ കൺഫേം ആയി നമ്മുടെ മിങ് അകത്തേന്ന് എന്തോ പ്രശ്നം നടത്തിയെന്ന്. അപ്പോഴാണ് മിങ്ങിനെ കണ്ട് ഹുവാങ് അടുത്തേക്ക് എന്തോ പറയും മിങ് ഈ തവണ നീ കുറച്ച് ഓവറായിട്ടാ പോയ, അവനെ നീ അടിക്കണ്ടായിരുന്നു. അവളും കൂടെ പറഞ്ഞിട്ട് പോകും. അതിന് ഷെഫർലാരും കൂടെ ഈ കാര്യം അറിഞ്ഞ് നമ്മുടെ മിങ്ങിനെ വിളിച്ചോണ്ട് അഡ്വൈസ് ചെയ്യും എടാ നിനക്ക് ഷാൻഷ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് ചെയ്യണം, ഇപ്പൊ നടന്ന സംഭവത്തിന് നീ പോയി ആദ്യം സോറി ചെയ്യണം. അവന്മാരും പറയുമ്പോഴാണ് ഇത് കേട്ട് മിങ്ങും നിങ്ങൾ എന്നോട് എന്തോ പറഞ്ഞ ഷാൻഷായി, ഞാൻ ഇന്ന് തെറ്റുണ്ടാക്കിയത് എന്റെ തെറ്റാ, സോറി ഇന്നുണ്ടാക്കിയ പ്രശ്നം എന്റെ തെറ്റാ, എടാ എനിക്കൊന്നും വരുത്തില്ലടാ, എനിക്കൊന്നും സോറി വയ്ക്കാൻ പറ്റത്തില്ല. അവനും പറയുമ്പോഴാണ് ഇത് കേട്ടാവുമ്പോ എല്ലാം ഓ നിന്നെ കൊണ്ട് തോറ്റ് ഒരു സോറി വയ്ക്കാൻ പോലും അറിയത്തില്ല, എങ്കിൽ ശരി ഞങ്ങളൊരു സ്ക്രിപ്റ്റ് ചെയ്ത് തരാം, അതേപോലെ നീ ചെന്ന് നാളെ സോറി വെച്ചോ. ന്യൂമാലിൽ അവനെ പഠിപ്പിച്ച് അയക്കുമ്പോഴാണ് അടുത്ത ദിവസം നമ്മുടെ ഷാൻഷയെ ദേഷ്യത്ത് വരുന്നുണ്ട്. മിങ് അവന്മാർ പറഞ്ഞ പോലെ സോറി വയ്ക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. അപ്പോഴാണ് ഷാൻഷയും അവനെ മൈൻഡ് ചെയ്ത് പോകുമ്പോൾ ഇത് കണ്ടിട്ട് അവനും ഷാൻഷായി അവനും വിളിച്ചു നോക്കും. പക്ഷെ അവൾ കേട്ടിട്ടും കേൾക്കാത്ത പോലെ ചെന്നനെ വിളിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോകും. അതോടെ മൊത്തത്തിൽ അവരുടെ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആയതോടെ വീണ്ടും സോറി വയ്ക്കാൻ വേണ്ടി ഒരു ചാൻസിന് വെയിറ്റ് ചെയ്യും. അതേസമയം ഷാൻഷായും ക്ലാസ് കഴിഞ്ഞിട്ട് ആ സിഹോയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് അവന് വലിയ അടിയൊന്നും പറ്റാത്തോണ്ട് ഷാൻഷായി എനിക്ക് ചെറിയ മുറിവുള്ളൂ, നീ എന്നെ കാണാൻ വന്നതിന് താങ്ക്സ്. അവര് സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് വേറൊരു പയ്യൻ വരുന്നത്. ഇത് കണ്ടിട്ട് അവനും ഷാൻഷായി ഇതെന്റെ ബ്രദറാ അവനെ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് കണ്ട് ഷാൻഷായി ഡൗട്ട് അടിച്ച് ബ്രദറോ, പക്ഷെ സ്കൂളിൽ പഠിക്കുമ്പോൾ നിന്നെ ബ്രദറുള്ള പോലെ നീ പറഞ്ഞില്ലല്ലോ. അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഷാൻഷായി ഇതെന്റെ സ്റ്റെപ്പ് മദറിന്റെ മകനായിട്ട് വരും, അവൻ ഇപ്പഴാ ബ്രദറായ, ഇവന് നിന്റെ കോളേജിലാണ് പഠിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ഇതുമ്പോൾ കണ്ടു കാണുമല്ലോ. അവനും പറയുമ്പോഴാണ് ഷാൻഷായും ഇല്ല നീ ഏത് ഡിപ്പാർട്ട്മെന്റാ. ഇവ രണ്ടുപേരും കൂടെ സംസാരിച്ച് പരസ്പരം ഇൻട്രോഡ്യൂസ് ചെയ്യും. അതിനുശേഷം വീണ്ടും അടുത്ത ദിവസം അവന്മാരെല്ലാം മിങ്ങിനോട് സോറി വയ്ക്കാൻ പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും എടാ ഞാൻ എങ്ങനെയാണ് സോറി വയ്ക്കുന്നത്, ഞാൻ പേര് വിളിച്ചാൽ തന്നെ അവൾ മൈൻഡ് ചെയ്ത് ഓടിപ്പോന്ന്, പിന്നെ എങ്ങനെ ഞാൻ സോറി വയ്ക്കുന്നത്. ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഷാൻഷായ് ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കാൻ നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് സീഹോയുടെ ബ്രദർ എന്ന് അവളെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഇവരുടെ സംസാരിച്ചതിന്റെ പുറത്ത് പോകുമ്പോഴാണ് അവിടെ താഴെ F4 നിൽക്കുന്നതാണെന്നത്. ഇത് കണ്ട് ഷാൻഷായും അവനെ പിടിച്ച് തറയെടുത്തിട്ട് ആ മിങ് പറയുന്ന കൊട്ടിയിട്ടോണ്ടിരിക്കും. അപ്പോഴാണ് ഫെങ്ങും പറയുന്നത് എടാ മിങ് നീ ഷാൻഷയോട് സോറി ചോദിച്ചില്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ നീ ആ അടിച്ചിട്ടവനോട് ചെന്ന് സോറി ചോദിക്കുന്നതായിരിക്കും. അപ്പൊ അവൻ തന്നെ ഷാൻഷയോട് പറയും നീ എത്ര നല്ലവനാണെന്ന്. അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് മിങ്ങും ദേഷ്യപ്പെട്ട് എടാ എന്തൊരു ഐഡിയ ആണ് ഇതൊക്കെ, ഞാൻ അവനോട് പോയി സോറി ചോദിക്കാനോ, അതൊന്നും ഒരിക്കലും നടക്കത്തില്ല, പറയുന്നിട്ട് ഞാൻ തെറ്റിയതിലാണല്ലേ, അവന്മാർ ഏതാണ്ടൊക്കെ മിക്സ് ചെയ്ത് അവർക്ക് ജ്യൂസ് കൊടുത്ത അത് തടഞ്ഞ് എന്നെ ഒരു കുറ്റക്കാരനാക്കി. അവനും പറയുമ്പോഴാണ് അവന്മാരും എടാ മിങ് നിനക്ക് എന്തായാലും അവൾ ഇഷ്ടമല്ല, അപ്പൊ നീ വേണം സോറിയൊക്കെ ചോദിക്കാൻ, അല്ലാതെ അവളായിട്ടൊന്നും സംസാരിക്കുന്നത് പ്രതീക്ഷിക്കില്ല. അവന്മാർ പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും ആര് പറഞ്ഞു ഞാൻ അവളുടെ പുറകെ
പുറകെ പോകാന്ന്. അവൾ എന്റെ പുറകെ ഇരുന്ന് എപ്പോഴും ഫ്രോഗിനെ പോലെ അവള് ഓരോ വെറൈറ്റി ഡ്രസ്സ് ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും. കൂടാതെ അവളൊരു പെൺകുട്ടിയായിട്ട് പോലും ഞാൻ കൺസിഡർ ചെയ്തില്ല. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കെട്ട് ഞാനും അതും ശരിയാ, എനിക്ക് അവളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. എന്ന് ന്യൂമ എല്ലാം ഷാൻഷയെ കുറിച്ച് പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ട് എടാ നീ എന്നെ കുറിച്ച് എന്തൊക്കെയാണോ പറയുന്നത്. എന്നിന് അവള് ദേഷ്യപ്പെടുമ്പോഴാണ് ഇത് കണ്ടിട്ട് അവനും ഷാൻഷായി അവന്മാർ നിന്നെ കുറിച്ചാണ് പറയുന്നത്, നിക്ക് ഞാൻ മാർക്ക് കാണിച്ചു തരാം. എന്നിന് അവനും ദേഷ്യപ്പെട്ട് എഴുന്നേക്കുമ്പോൾ ഷാൻഷയെ പെട്ടെന്ന് അവനെ തടഞ്ഞിട്ട് അവന്മാരെ കാണാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവർ അവിടെ നിന്ന് ഓടിപ്പോകുമ്പോഴാണ് ഷാൻഷയെ സന്തോഷത്തി ഓ നീ സീഹോഡാനെ മുമ്പേ അറിയായിരുന്നെങ്കിൽ നമ്മൾ ആദ്യമേ ഫ്രണ്ട്സ് ആയേനെ. എന്നിന് അവളെ പറയുമ്പോഴാണ് അവനും അതിനെന്തോ ഷാൻഷായി, നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ, ഇനി തൊട്ട് നീ ബോറടിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. എന്നിന് ഇവർ രണ്ട് സംസാരിച്ചുകൊണ്ട് ബ്രിഡ്ജിന്റെ മേളിൽ നിൽക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം നമ്മുടെ ബിങ് താഴെ ഇരുന്നുകൊണ്ട് ഇവരുടെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് കാണുന്നത്. ഇത് കണ്ടോടെ പെട്ടെന്ന് അവന് മുകളിലേക്ക് വന്നിട്ട് എടാ നീ ആരാടാ ഷാൻഷായിട്ട് ക്ലോസ് ആയിട്ടിരിക്കുന്നത്. എന്നിന് അവനോട് ചൂടാകുമ്പോഴാണ് ഷാൻഷായും മിങ് നീ ഇവിടെ വന്നോ, നിനക്ക് എന്തോ പ്രശ്നം. എന്നിന് അവള് വീണ്ടും ചൂടാകും. അപ്പോഴാണ് പെട്ടെന്ന് അവനും നമ്മുടെ മിങ്ങിന്റെ അടുത്തേക്ക് വന്നിട്ട് എടാ ഞാൻ അവളുടെ ബോയ് ഫ്രണ്ടാ. എന്നിന് അവൻ പറയും ഇത് കേട്ട് ഷാൻഷായും എന്തുവാണ് നീ പറയുന്നത്. എന്നിന് അവളും പറയുമ്പോൾ തന്നെ അവന് ഷാൻഷായി തടഞ്ഞിട്ട് മിങ്ങിനോട് പറയും ഡാ അവൾക്ക് നിന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് നീ ഇങ്ങനെ പുറകെ നടക്കുന്ന ആദ്യം നിർത്ത്, ഇപ്പൊ അവൾ എന്റെ ഗേൾ ഫ്രണ്ടാ. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് മിങ്ങും ദേഷ്യത്തി ഷാൻഷായി ഇവൻ എന്തൊക്കെയാ പറയുന്നത്. എന്നിന് അവനും ചോദിക്കുമ്പോൾ ഷാൻഷായി ഒന്നും പറയാൻ സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് അവനും ഷാൻഷായി നിനക്ക് ഇവനോട് എന്തോ പറയണമെങ്കിലും ഇപ്പൊ തന്നെ പറ, അല്ലെങ്കിൽ അവൻ വീണ്ടും വീണ്ടും ഒന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഇപ്പൊ തന്നെ ഇവന്റെ പ്രശ്നം അവസാനിച്ചേക്ക്, അല്ല ഇവനൊന്നും മനസ്സിലാവത്തില്ല. എന്നിനെ കുറച്ച് ഓവറായിട്ട് പോകുമ്പോൾ ഇത് കേട്ട് മിങ്ങും ദേഷ്യപ്പെട്ട് അവനായിട്ട് അടിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഷാൻഷായി ദേഷ്യത്തി മിങ് നിനക്കൊന്നും വേറെ പണിയില്ല, ഞാൻ ആരോടെങ്കിലും ഫ്രണ്ടായി നീ അവരായിട്ട് അടിച്ചോണ്ടിരിക്കുന്നത്. എന്നിന് അവളും ദേഷ്യപ്പെടുമ്പോഴാണ് ഇത് കണ്ട് അവനും ഷാൻഷായി വാ നമുക്ക് ഇവിടെ നിന്ന് പോകാം. എന്നിന് അവളും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് ദേഷ്യപ്പെട്ട് മിങ്ങും ഷാൻഷായി നീ പറഞ്ഞ പോലെ സത്യ എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതല, പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ട, അതെന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല, നീ എവിടെ പോയാലും ഞാൻ നിന്റെ പുറകെ വന്നോണ്ടേയിരിക്കും, അത് ഈ ലോകത്തല്ലെങ്കിൽ പോലും. എന്നിന് അവനും പറയുന്നത് കേട്ട് അവൾ തിരിച്ചൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. അതേസമയം യാനിഫെങ്ങും കൂടെ മിങ്ങിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും. എടാ അവൻ ആ ഷാൻഷയോട് ജസ്റ്റ് ഒന്ന് സോറി ചോദിച്ചാൽ മതി, ഈ പ്രശ്നം എല്ലാം സോൾവ് ആവും, അതല്ലാതെ അവന്റെ ദേഷ്യമാണ് എല്ലാത്തിനും പ്രശ്നം, അത് മാത്രം കൺട്രോൾ ചെയ്താൽ ഇവർ തമ്മിൽ എപ്പോഴേ സെറ്റ് ആയാന്. ഏതിന് അവന്മാരും പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം ഷാൻഷായും അവന്റെ കൂടെ പുറത്തേക്ക് പോകുമ്പോഴാണ് അവനും ചോദിക്കുന്നത് ഷാൻഷായി നിനക്ക് ആ മിങ്ങിനെ ഇഷ്ടമാണോ, ഒരുപക്ഷെ അല്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ ഒരു അവസാനം വരുത്തിക്കാത്തത്. ഏതിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും സത്യം പറഞ്ഞ അവന്റെ കൂടെ ചില സമയമൊക്കെ ഞാൻ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ചില സമയം എനിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ആവും, അതുകൊണ്ട് അവനെ കുറിച്ച് എനിക്ക് എന്തോ പറയാനെന്ന് അറിയത്തില്ല. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ടവനും എങ്കിൽ ശരി ഷാൻഷായി മിങ്ങിനെ കുറിച്ച് അറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവന്മാർ വരുന്നവരും നീ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പോയി നമുക്ക് കുടിക്കാൻ വേണ്ടി ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ട് തരാം. എന്നിനെ പെട്ടെന്നും അവൻ അവളെ പിടിച്ച് അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അതിനുശേഷം അവൻ പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് മറ്റവൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഷാൻഷായി അവിടെ കാണത്തില്ല. അങ്ങനെ അതോടെ നമ്മൾ അടുത്ത എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.